എല്ലാവർക്കും നമ്മുടെ അടിപൊളി ഒരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ വീഡിയോ അടിപൊളിയെന്ന് വെറുതെ പറഞ്ഞതെന്നല്ല, അത്ര അടിപൊളിയായിട്ടുള്ള ഡിസൈൻസ് ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നല്ല കിടിലൻ ഡിസൈൻസ് ഉണ്ടോ. അജ്രക്കിൽ തന്നെ വരുന്ന രണ്ട് കമ്പനീസിൻ്റെ നല്ല അടിപൊളി ഡിസൈൻസ് ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതിന് കാണാത്ത വെറൈറ്റി കളർ ചാർട്ടിലും പ്രിൻറ്റ് കയറി വന്നിട്ടുണ്ട് കേട്ടോ. നീലം ബ്രാൻഡിൻ്റെയും പിന്നെ നക്കോഡ പല്ലവി എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ബ്രാൻഡുണ്ട്, അതിൻ്റെയും മെറ്റീരിയൽസാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അത് ഈ കാണിക്കുന്ന മെറ്റീരിയലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 290 കട്ടാണ്. 285 GSM അടുത്ത് ക്വാളിറ്റി ഉണ്ട് കേട്ടോ മെറ്റീരിയലിന്. 285 290 GSM അടുത്ത് ക്വാളിറ്റി ഉണ്ട്. പിന്നെ ഇതിൻ്റെ വില വരുന്നത് 150 പ്ലസ് GST ആണ്. അപ്പോൾ എല്ലാ ഡിസൈനിലും 5 കളറിൻ്റെ സെറ്റ് ചെയ്തായിട്ടാണ് വന്നിട്ടുള്ളത്. മെറ്റീരിയൽ പർച്ചേസ് ചെയ്യാനായിട്ട് ഓൺലൈനായിട്ട് വേണ്ടവർ നമ്മുടെ ഹോൾസെയിലിൻ്റെ വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യുക. അപ്പോൾ അതിനകത്ത് ഡിസൈൻസ് കിട്ടും. ഏകദേശം നമുക്ക് നിലവിൽ ഏതാണ്ട് ഒരു 30-35 ഡിസൈൻ നമുക്ക് നിലവിൽ സ്റ്റോക്ക് ഉണ്ട്. ഇനി അടുത്ത ദിവസങ്ങളിൽ നമുക്ക് ഏകദേശം അത്രത്തോളം പുതിയ ഡിസൈൻസ് അപ്ഡേറ്റ് ആവും. അപ്പോൾ എല്ലാ 2 ദിവസത്തിലും നമ്മൾ വീഡിയോ ചെയ്തിരുന്നുണ്ട്, റെഗുലറാക്കാൻ നമ്മൾ നോക്കുന്നുണ്ട്. ഷോപ്പിൽ നേരിട്ടൊന്ന് പർച്ചേസ് ചെയ്യേണ്ടവർക്ക് നേരിട്ടൊന്ന് പർച്ചേസ് ചെയ്യാം. മൂവാറ്റുപുഴയാണ് ഷോപ്പ് ലൊക്കേഷൻ വരുന്നത്. രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 6 മണി വരെയാണ് നമ്മുടെ വർക്കിംഗ് ടൈം വരുന്നത്. സൺഡേയ്സ് നമ്മൾ വർക്കിംഗ് അല്ല, ബാക്കി എല്ലാ ദിവസവും വർക്കിംഗ് ആണ്. അപ്പോൾ നേരിട്ടൊന്ന് പർച്ചേസ് ചെയ്യേണ്ടവർക്ക് വർക്കിംഗ് ടൈമിൽ ഒന്ന് പർച്ചേസ് ചെയ്യാം. പിന്നെ ഓൾ ഇന്ത്യ ലെവലിൽ ഷിപ്പിംഗ് അവൈലബിൾ ആണ്. ഇന്ത്യ പോസ്റ്റ്, കൊറിയർ, പാഴ്സൽ സർവീസ്, ഈ 3 സർവീസുകൾ അവൈലബിൾ ആണ്. എല്ലാ മെയിൻ കമ്പനീസിൻ്റെയും സർവീസസ് അവൈലബിൾ ആണ്. നമുക്ക് GST ഉൾപ്പെടെ ഇതിന് ഏകദേശം 157 രൂപയുടെ അടുത്തേക്കാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. 5% കേട്ടോ GST ചാർജ് ചെയ്യുന്നത്. പിന്നെ ഇത് റീറ്റെയിലായിട്ട് വേണ്ടവർ റീറ്റെയിലിൻ്റെ നമ്പറിലും കോൺടാക്ട് ചെയ്താൽ മതി. ഒരു പ്രത്യേക കാര്യം പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, റീറ്റെയിൽ വേണ്ട റീറ്റെയിലിൻ്റെ നമ്പറിൽ തന്നെ കോൺടാക്ട് ചെയ്യണം. ഹോൾസെയിലിൻ്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്യരുത്. ഇത് ഞാൻ നമ്പറിൽ നമ്മൾ റീറ്റെയിൽ ഓർഡേഴ്സ് എടുക്കില്ല. അപ്പോൾ രണ്ട് പേരാണ് ചെയ്യുന്നത്. അത് നമ്മൾ മുമ്പത്തെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതെല്ലാവരും ഒന്ന് ശ്രദ്ധിച്ച് ഓർഡർ പ്ലേസ് ചെയ്യാൻ നോക്കണം. ഹോൾസെയിൽ റേറ്റിന് മിനിമം 10 പീസ് എടുക്കണം എന്നുള്ളത് 10 പീസ് തന്നെ എടുക്കണം. അതിൽ താഴെ 5 പീസ് 6 പീസ് അതൊന്നും ഹോൾസെയിൽ റേറ്റ് കിട്ടില്ല. അതെല്ലാം റീറ്റെയിലാണ്. 9 പീസസ് വരെ നിങ്ങൾ എടുത്താലും അത് റീറ്റെയിലിൽ തന്നെയാണ് വരുള്ളൂ, ഹോൾസെയിലിൽ വരില്ല. അതെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. പലപ്പോഴും നമ്മൾ ഈ കാര്യം പറഞ്ഞിട്ടുള്ളതാണ്. എന്നാലും ഇപ്പോഴും പലരും ചോദിക്കാറുണ്ട് 6 പീസ് കിട്ടുമോ 5 പീസ് കിട്ടുമോ എന്നൊക്കെ ഉള്ളത്. അത് ഒരിക്കലും കിട്ടില്ല. 10 പീസിൻ്റെ മുകളിലേക്ക് എടുത്താൽ മാത്രമാണ് ഹോൾസെയിലിൽ കിട്ടുള്ളൂ. ചിലത് നമ്മൾ സെറ്റ് വൈസ് എടുക്കാൻ പറയുന്ന ഐറ്റംസ് ഉണ്ട്. ഇപ്പോൾ എല്ലാവർക്കും അറിയാം സെറ്റ് വൈസ് ഒക്കെ നമ്മൾ എടുക്കാൻ പറഞ്ഞത്. അത് സെറ്റ് തന്നെ എടുക്കണം. അതിനകത്ത് സിംഗിൾ പീസ് ടിക്കറ്റ് കിട്ടില്ല. എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്ത് ഇങ്ങനെ കാണും, ഡിസൈൻസ് മാത്രം. അപ്പോൾ നമ്മൾ പറയുന്ന പല കാര്യങ്ങളും വിട്ടു പോകുന്നുണ്ട്, ആരും ശ്രദ്ധിക്കാതെ വിട്ടു പോകുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ കാര്യങ്ങൾ വീണ്ടും നമ്മൾ വീഡിയോയിൽ പറഞ്ഞു പോകുന്നത്. ഈ മെറ്റീരിയൽ അല്ലാതെ തന്നെ നമുക്ക് വേറെ മെറ്റീരിയൽസ് അവൈലബിൾ ഉണ്ട് കേട്ടോ. 290 ആണെങ്കിലും 320 ആണെങ്കിലും 320 തന്നെ അജ്രക്കാണെങ്കിലും നമുക്ക് മെറ്റീരിയൽസ് അവൈലബിൾ ഉണ്ട്. അപ്പോൾ അതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഫോട്ടോ ചോദിച്ചാൽ മതി. ആരും ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുകയോ അങ്ങനെ നോക്കണ്ട. പിന്നെ കാറ്റലോഗ് നമ്മൾ ചെയ്തിട്ടില്ല, നമ്മുടെ കാറ്റലോഗ് ഉണ്ടാവില്ല. നിങ്ങൾ മെസ്സേജ് അയക്കുക, നിങ്ങൾക്ക് ഡിസൈൻസ് ഏതാ വേണ്ടതെന്ന് വെച്ചാൽ ചോദിക്കുക. ഒരു അരമണിക്കൂറിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് ഡിസൈൻസ് കിട്ടിയിരിക്കും. ഡിസൈൻസ് കിട്ടിയതിന് ശേഷം ഏറ്റവും പെട്ടെന്ന് തന്നെ ഓർഡർ പ്ലേസ് ചെയ്യാൻ നോക്കണം. ഓർഡർ ഇടുന്നതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് ഇന്ത്യ പോസ്റ്റാണോ കൊറിയറാണോ എന്നുള്ളത് മെൻഷൻ ചെയ്യാൻ നിങ്ങൾ മറന്നു പോകരുത്. അത് മെൻഷൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ നിന്ന് ഒരു സെയിൽ ഓർഡർ കിട്ടും. സെയിൽ ഓർഡർ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പേയ്മെൻറ്റ് ചെയ്യണം. പേയ്മെൻറ്റ് വരുന്നത് ഗൂഗിൾ പേ അല്ലെങ്കിൽ അക്കൗണ്ട് ട്രാൻസ്ഫർ വഴിയാണ് പേയ്മെൻറ്റ് ചെയ്യേണ്ടത്. ക്യാഷ് ഓൺ ഡെലിവറി എന്ന് പറഞ്ഞ സിസ്റ്റം നമുക്കില്ല. ഇപ്പോഴും ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് നമ്മുടെ അടുത്ത് ക്യാഷ് ഓൺ ഡെലിവറി ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ ഉള്ളത്. അപ്പോൾ അത് നമുക്കില്ല. പിന്നെ ഇപ്പോൾ കാണിക്കുന്ന ഡിസൈൻസ് എല്ലാം നീലം എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ഉണ്ടോ. അപ്പോൾ 320 കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ബോർഡർ ഡിസൈൻ കൊണ്ടുവന്നപ്പോൾ ഒരുപാട് പേര് നമ്മൾ ചോദിക്കുന്നുണ്ടായിരുന്നു 290 ഉണ്ടോ എന്നുള്ളത്. അപ്പോൾ നമ്മളന്ന് എല്ലാവരും പറഞ്ഞിട്ടുണ്ട് 290 അതുപോലെ തന്നെ ഡിസൈൻസ് വരും, അത് വരാനുണ്ടെന്നുള്ളത്. അപ്പോൾ ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പക്ക എന്നാ പറയണേ, വളരെ ഭയങ്കര സോഫ്റ്റ് മെറ്റീരിയലാണ്. ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം 320 എടുത്തവർക്ക് അറിയാം എന്തുമാത്രം ക്വാളിറ്റി ഉണ്ട്. നമ്മുടെ 1-2 പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത് പോളിസ്റ്റർ ആണോ എന്നുള്ളത്. അത്ര നല്ല ഭയങ്കര സോഫ്റ്റ് ടച്ച് ഐറ്റംസ് ആയതുകൊണ്ട് പലർക്കും പല ഡൗട്ട് ഉണ്ടായിരുന്നു. പിന്നെ പലർക്കുള്ളൊരു ഡൗട്ടാണ് ഇത് സാധാരണ പ്രോഷൻ പ്രിൻ്റ് അല്ലേ, രാജവാടി പ്രിൻ്റ് അല്ലേ എന്നുള്ളത്. പക്ഷേ അത് ശരിക്കും അങ്ങനെയല്ല. ഇപ്പോൾ നിങ്ങൾ നമ്മുടെ യൂഷ്വൽ രാജവാടി പ്രിൻ്റിനെ നോക്കിക്കഴിഞ്ഞാൽ അത് ഒന്നില്ലെങ്കിൽ വൈറ്റ് ഗോൾഡ് അല്ലെങ്കിൽ യെല്ലോ ഗോൾഡ് എന്നുള്ളൊരു ഇതിനകത്തായിരിക്കും വരുന്നത്. ഇത് മൾട്ടി കളറിൽ ചെയ്യുന്നതാണ്. അപ്പോൾ കളറാണ് ഈ അജ്രക്കിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അജ്രക്കിൻ്റെ ഡീറ്റെയിൽ നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് ഇതിന് ചെറിയ റേറ്റിൽ കാര്യങ്ങളിൽ വ്യത്യാസം വരുന്നത്. അതായത് നമ്മുടെ റേറ്റ് എന്ന് പറഞ്ഞാൽ 157 രൂപ വരെ തീരും. ബാക്കി എല്ലാ സ്ഥലത്തേക്കൊക്കെ 169 രൂപ. അതിൻ്റെ നമ്മുടെ റേറ്റിനൊക്കെ വളരെയധികം മുകളിലാണ് ബാക്കി എല്ലാ റേറ്റും. ഇതിനകത്ത് ഉപയോഗിച്ചേക്കുന്ന ഡിസൈനുകൾ തന്നെ നമ്മുടെ സാധാരണ പ്രോഷൻ പ്രിൻറ്റിലൊന്നും ഉപയോഗിക്കാത്ത ഡിസൈനുകളാണ്, കളർ ചാർട്ടുകളാണ് ഇതിനകത്ത് ഉപയോഗിച്ച് വരുന്നത്. യൂഷ്വലി നമ്മൾ ഇപ്പോൾ മിക്ക അജറയ്ക്ക് നമുക്ക് നോക്കിയാലും അറിയാം ഏതാണ്ട് ഒരു 4-5 കളേഴ്സാണ് ഓരോപോലെ തന്നെ അടുത്ത ഡിസൈനിൽ വീണ്ടും കയറി വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതൊക്കെയാണ് അതിൻ്റെ ഡൈയിങ്ങിൽ കുറേ വ്യത്യാസങ്ങളൊക്കെ ഉള്ളത്. പിന്നെ കുറേ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ ഉണ്ട്, കുറേയൊക്കെ എനിക്ക് അറിയാൻ പാടാത്ത കാര്യങ്ങളുണ്ട്. അപ്പോൾ അവരൊന്നും അത് പറഞ്ഞു തരില്ല. അപ്പോൾ അത് കാരണം നമുക്കറിയില്ല. അപ്പോൾ അതൊക്കെയാണ് റേറ്റിൽ ഒരു വ്യത്യാസം വരുന്നത്. അപ്പോൾ ഈ സാധാ പ്രിൻ്റ് തന്നെ അല്ലെന്ന് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് ഒന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണ് ഇതെല്ലാം. അജറക്കൊക്കെ ബെയിൽ വേണമെന്നുണ്ടെങ്കിൽ ഓണം പ്രമാണിച്ച് നിങ്ങൾ എടുക്കണമെങ്കിൽ പെട്ടെന്ന് തന്നെ ചെയ്യാൻ നോക്കുക കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിലേ ആവുന്നതനുസരിച്ച് നിങ്ങൾക്ക് ഐറ്റംസ് പോകാൻ സാധ്യതയുണ്ട്, കിട്ടാതിരിക്കാനും സാധ്യതയുണ്ട്. അതുകൊണ്ടാണ്. അപ്പോൾ ഇനിയും നമുക്ക് കൂടുതൽ ഡിസൈൻസൊക്കെ നമുക്ക് ആഡ് ചെയ്യാം. ഇനിയും വരാനുണ്ട് ഐറ്റംസ് ഒരുപാട്.
പിന്നെ മെറ്റീരിയൽസ് ഓർഡർ ചെയ്ത് കഴിഞ്ഞിട്ട് പേയ്മെൻറ്റ് ഒരുപാട് ഡിലേ ആക്കരുത്. മാക്സിമം ഒരു ദിവസം വരെയാണ് നമ്മൾ ഐറ്റം മാറ്റി വയ്ക്കുകയുള്ളൂ. അപ്പോൾ പേയ്മെൻറ്റ് ഡിലേ വന്നു കഴിഞ്ഞാൽ ഐറ്റം വേറെ ആർക്കെങ്കിലുമൊക്കെ പോകും. പിന്നെ നിങ്ങൾക്ക് പാഴ്സലിൽ എടുക്കാൻ 100-150 പീസായിട്ട് പാഴ്സലിൽ എടുക്കാനാണ് ഉദ്ദേശം എന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഒരു ലോട്ടിലൊരു 10-20 പീസ് ഇഷ്ടപ്പെട്ടു, അങ്ങനെ മാറ്റി വയ്ക്കണമെന്നുണ്ടെങ്കിൽ അതൊക്കെ മാറ്റി വയ്ക്കാം, അതിനൊന്നും കുഴപ്പമില്ല. എത്ര പീസാണോ മാറ്റി വയ്ക്കുന്നത് ആ പീസിൻ്റെ പേയ്മെൻറ്റ് ചെയ്തിട്ടുണ്ടാവണം, കംപ്ലീറ്റ് ആയിട്ട് പേയ്മെൻറ്റ് ചെയ്യണം, എന്നാൽ മാത്രമാണ് അത് മാറ്റി വയ്ക്കുകയുള്ളൂ. അതൊക്കെ തന്നെയാണ് പറയാനുള്ളത്. നിങ്ങൾക്ക് എത്ര ദിവസം മുന്നിലൂടെ അയക്കാൻ കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇനിയും ഡിസൈൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് പുതിയ കളക്ഷൻസൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം കേട്ടോ. അതുവരെ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.